നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിൽ പ്രമേയം പാസാക്കി കേരള നിയമസഭ. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രമേയം അവതരിപ്പിച്ചു. ബി.ജെ.പി പ്രമേയത്തെ എതിർത്തു. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഏറ്റുമുട്ടലിനും ഇല്ല എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ എന്തായാലും നീറ്റിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ആണ് പ്രതിസ്ഥാനത്ത് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടോ പ്രമേയത്തിൽ? തീർച്ചയായും സിജു, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിനുള്ള വിമർശനമടക്കം ഉള്ളതാണ് പ്രമേയം. സർക്കാർ പ്രമേയം പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി സഭ പാസാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഭയിൽ ബി.ജെ.പിയുടെ വിയോജിപ്പോടുകൂടിയാണ് പ്രമേയം പാസാക്കിയത്. വി മുരളീധരൻ എം.എൽ.എ ആണ് ബി.ജെ.പിയുടെ പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭേദഗതിയായി അദ്ദേഹം ഈ സഭയിൽ മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പ്രമേയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പരീക്ഷയുടെ വിശ്വാസ്യതയും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന അതീവ ഗൗരവതരമായ സാഹചര്യം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക സ്ഥിതിയെ ബാധിക്കും. ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടും ഗൗരവം അംഗീകരിക്കാനും തിരുത്തൽ വരുത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. വിവിധ ദേശീയ പ്രവേശന പരീക്ഷകളിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നതാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഈ പ്രമേയത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പ്രമേയം പാസാക്കിയത്. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ പ്രമേയത്തിൽ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി രംഗത്തെത്തി. വി മുരളീധരൻ എം.എൽ.എ ആണ് പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചത്. അതിന് ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി മോദിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും എടുത്തു എന്ന കാര്യത്തിൽ വാദിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പ്രസംഗത്തിന് അവസരമില്ല, മറിച്ച് ഭേദഗതിയാണ് മുന്നോട്ട് വയ്ക്കേണ്ടതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. അവസാനം ഏറ്റവും കൗതുകകരമായ ഭേദഗതിയായി വി മുരളീധരൻ മുന്നോട്ട് വെച്ച ഭേദഗതി ഇതാണ്. ആ ഭേദഗതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ ക്രമക്കേടിൽ ഫലപ്രദമായി ഇടപെട്ട കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു എന്ന ഭാഗം ഭേദഗതി വേണം എന്നതാണ് വി മുരളീധരൻ മുന്നോട്ട് വെച്ചത്. കേന്ദ്രത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം രാജ്യത്ത് വ്യാപകമായി ഉയർന്നു വരുമ്പോൾ, ആശങ്കയുമായി വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന വലിയ തരത്തിലുള്ള വിമർശനമുള്ളപ്പോഴാണ് ബി.ജെ.പി അംഗമായിട്ടുള്ള വി മുരളീധരൻ ഇത്തരത്തിൽ കൗതുകകരമായ ഒരു ഭേദഗതി മുന്നോട്ട് വെച്ചത്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ ക്രമക്കേടിൽ ഫലപ്രദമായി ഇടപെട്ട കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു എന്ന ഭേദഗതി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് വി മുരളീധരൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഭേദഗതി തള്ളിക്കളഞ്ഞു. നിയമസഭ സർക്കാർ കൊണ്ടുവന്ന പ്രമേയം പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി പാസ്സാവുകയും ചെയ്തു. സിജു. ശരി, നിർഭൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് നീറ്റിനെതിരെ നിയമസഭാ പ്രമേയം പാസാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.